MLA പറഞ്ഞിട്ടുള്ളത് ആ യോഗത്തിൽ മുനിസിപ്പൽ ചെയർമാൻ ഉൾപ്പെടെ ആരും വിയോജിപ്പ് രേഖപ്പെടുത്തിയിട്ടില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ അത് വസ്തുതാ വിരുദ്ധമാണ്. വലിയ രൂക്ഷമായ രീതിയിലുള്ള ഗതാഗത കുരുക്ക് വരാൻ പോവുകയാണ്. ഈ തീരുമാനത്തിനെയാണ് വാസ്തവത്തിൽ എന്ത് ചെയ്തിട്ടുള്ളത്, അട്ടിമറിച്ചിട്ടുള്ളത്. ബസ്സുകൾ ലിങ്ക് റോഡിലേക്ക് മാറ്റാനുള്ള തീരുമാനത്തെ MLA വിളിച്ച യോഗത്തിൽ ശക്തമായി എതിർത്തിട്ടുണ്ടെന്ന് വടകര നഗരസഭാ ചെയർമാൻ PK ശശി യോഗത്തിന്റെ മിനിറ്റ്സിൽ ഉൾപ്പെടെ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. യോഗശേഷം MLA നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുക്കാതിരുന്നതും തീരുമാനത്തോടുള്ള വിയോജിപ്പ് കാരണമാണെന്നും ചെയർമാൻ കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ ജൂലൈ 1 RDO ഓഫീസിൽ വിളിച്ചു ചേർത്ത യോഗത്തിൽ ജനപ്രതിനിധികൾ, പോലീസ് അധികാരികൾ, ട്രാഫിക് ഉദ്യോഗസ്ഥന്മാർ, വാഗാർഡിൻ്റെ ആളുകൾ, അദാനിയുടെ ആളുകൾ ഉൾപ്പെടെ പങ്കെടുത്തുകൊണ്ട് നടത്തിയ യോഗത്തിൽ ഏകകണ്ഠമായി തീരുമാനിച്ചതാണ് ബസ് സ്റ്റാൻഡിൽ നിന്നും ബസ് ലിങ്ക് റോഡിലേക്ക് മാറ്റുക എന്നുള്ള തീരുമാനം. അത് മുഴുവൻ ആളുകളും അംഗീകരിക്കുകയും വാഗാർഡിനോടും അദാനിയോടും ചെയ്യേണ്ട പ്രവൃത്തികളെ സംബന്ധിച്ച് ചർച്ച ചെയ്യുകയും അവർ അത് അംഗീകരിക്കുകയും അത് ചെയ്യാം എന്നുള്ള ഉറപ്പ് നൽകുകയും ചെയ്തതാണ്. വടകര മുനിസിപ്പാലിറ്റിയെ ഏൽപ്പിച്ചിട്ടുള്ളത് ആകെ ഒരു കാര്യമാണ്. അത് മാർക്കറ്റ് റോഡിൽ ഒരു ലൈന് വരഞ്ഞ് അതിനുള്ളിൽ വരുന്ന വാഹനങ്ങൾ നിർത്തിയിടാൻ ആവശ്യമായിട്ടുള്ള ഇടപെടൽ മുനിസിപ്പാലിറ്റി നടത്തണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. 3 ദിവസം പറഞ്ഞു, പക്ഷേ അവിടെ 10 ദിവസം അനുവദിച്ചു. അന്ന് തന്നെ വന്നു അത് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള നിലപാടിലേക്ക് പോയപ്പോഴാണ് മനസ്സിലാകുന്നത് കൂടെ മഴ പെയ്യുന്നത് കൊണ്ട് തന്നെ അത് ഈർപ്പമുള്ളത് കൊണ്ട് ആ ലൈൻ വരക്കാൻ സാധിക്കുകയില്ല എന്നുള്ളത്. മഴ ഒന്ന് മാറി ഒരു വെയിലറച്ചാൽ മാത്രമാണ് അത് ചെയ്യാൻ വേണ്ടി കഴിയും. പെയിൻറ്റ് വാങ്ങി ഈ മുനിസിപ്പാലിറ്റിയിൽ ആ സമയത്ത് തന്നെ വെച്ചിട്ടുണ്ട്. ആ ഒരു കാര്യമാണ്. അത് ബസ്സിൻ്റെ ആളുകളോട് RDOനോട് ഉൾപ്പെടെ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. റോഡിൽ ഈർപ്പം ഒഴിവായാൽ മാത്രമേ ഇത് ചെയ്യാൻ വേണ്ടി കഴിയൂ. അതിന് പകരം ഇപ്പം പറഞ്ഞിട്ടുള്ളത് മുനിസിപ്പാലിറ്റി ചെയ്യേണ്ട കാര്യങ്ങൾ ഒന്നും ചെയ്തില്ല എന്നുള്ള വസ്തുതാവിരുദ്ധമായ കാര്യങ്ങളാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഇതിന് ശേഷമാണ് MLAയുടെ നേതൃത്വത്തിൽ ഒരു യോഗം ജില്ലാ കളക്ടർ ഉൾപ്പെടെ പങ്കെടുത്തുകൊണ്ടൊരു യോഗം ചേരുന്നത്. സത്യത്തിൽ ഈ യോഗം ഈ ഗതാഗത കുരുക്കുമായി ബന്ധപ്പെട്ടിട്ടാണ് എന്നുള്ളത് മുനിസിപ്പൽ ചെയർമാൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് ഔദ്യോഗികമായിട്ടുള്ള ഒരു അറിയിപ്പും കിട്ടിയിരുന്നില്ല. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് വൈകുന്നേരം RDO ഉൾപ്പെടെ MLA ഉൾപ്പെടെ കളക്ടർ ഉൾപ്പെടെ പങ്കെടുത്ത യോഗത്തിൽ ഞാൻ പങ്കെടുക്കുന്നത്. ആ യോഗത്തിലാണ് ഗതാഗത കുരുക്കുമായി ബന്ധപ്പെട്ടാണ് ഈ വിഷയം റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ മാത്രമാണ് മനസ്സിലാകുന്നത് ഇത് ഗതാഗത കുരുക്കുമായി ബന്ധപ്പെട്ട വിഷയമാണെന്നുള്ളത്. സത്യത്തിൽ ഞാൻ വിചാരിച്ചത് വളരെ രൂക്ഷമായി പെയ്ത മഴയുമായി ബന്ധപ്പെട്ട് വടകരയിലുണ്ടായിട്ടുള്ള ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടാണ്, ഈ ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട യോഗമാണ് നടക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കിയത്. ആ യോഗത്തിൽ ഈ വിഷയം വന്ന സമയത്ത് തന്നെ ഞാൻ സംസാരിക്കുന്നതിൻ്റെ ക്ലിപ്പ് ഇപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട്. അത് നോക്കിയാൽ തന്നെ മനസ്സിലാവും. പക്ഷേ ഇപ്പോൾ ബഹുമാനപ്പെട്ട MLA പറഞ്ഞിട്ടുള്ളത് ആ യോഗത്തിൽ മുനിസിപ്പൽ ചെയർമാൻ ഉൾപ്പെടെ ആരും വിയോജിപ്പ് രേഖപ്പെടുത്തിയിട്ടില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ അത് വസ്തുതാ വിരുദ്ധമാണ്. ആ യോഗത്തിൻ്റെ മിനിറ്റ്സാണിത്. ഈ മിനിറ്റ്സിൽ വളരെ വ്യക്തമായി മുനിസിപ്പൽ ചെയർമാൻ പറഞ്ഞ കാര്യങ്ങൾ വിയോജിപ്പ് ഈ മിനിറ്റ്സിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. എന്താണ് പറഞ്ഞിട്ടുള്ളത്? ലിങ്ക് റോഡിലെ ബസ് സർവീസ് പഴയ ബസ് സ്റ്റാൻഡിലേക്ക് മാറ്റിയത് വടകരയിലെ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റിയുടെ തീരുമാനമാണ്. വടകരയിലെ ഈ മുനിസിപ്പാലിറ്റിയുമായി ബന്ധപ്പെട്ട റെഗുലേറ്ററി കമ്മിറ്റിയിൽ ആരൊക്കെയാണ് എന്നുള്ളതിനെ സംബന്ധിച്ച്, ഇതിൻ്റെ അധികാരത്തെ സംബന്ധിച്ചും ഇതിൽ പറയുന്നുണ്ട്. ഒന്ന്, മുനിസിപ്പൽ ചെയർമാനാണ് അധ്യക്ഷ. പോലീസ് വകുപ്പിൻ്റെ പ്രതിനിധികൾ, സർക്കിൾ ഇൻസ്പെക്ടർ, സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ഉൾപ്പെടെ അംഗങ്ങളാണ്. പൊതുമരാമത്ത് വകുപ്പ് PWD റോഡ് അതോറിറ്റിയുടെ പ്രതിനിധി അംഗമാണ്. മോട്ടോർ വാഹന വകുപ്പ് MVDയിൽ പ്രതിനിധിയാണ്. മുനിസിപ്പൽ എഞ്ചിനീയർ അംഗമാണ്. ആവശ്യമായാൽ മറ്റ് ബന്ധപ്പെട്ട വകുപ്പുകളിലെ ഉദ്യോഗസ്ഥന്മാർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിൽ അംഗമാണ്. ഈ അംഗങ്ങൾ ഉൾപ്പെടെ 3 പ്രാവശ്യം ഇരുന്ന് ചർച്ച ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ബസ് സ്റ്റാൻഡിലേക്ക് ലിങ്ക് റോഡിലുള്ള വാഹനം മാറ്റണം എന്നുള്ളത് ആലോചിച്ച് തീരുമാനിച്ചിട്ടുള്ളത്. ഈ തീരുമാനത്തിനെയാണ് വാസ്തവത്തിൽ എന്ത് ചെയ്തിട്ടുള്ളത്, അട്ടിമറിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. എവിടെയോ വെച്ച് തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ചേർന്ന യോഗത്തിൻ്റെ തീരുമാനം എന്നുള്ള നിലക്കാണ് ഈ ഒരു തീരുമാനം വന്നിട്ടുള്ളത്. ഈ വടകര പ്രൈവറ്റ് ബസ് ഓണേഴ്സിൻ്റെ ആളുകൾ ഞാൻ ഈ ഭരണസമിതി ഏറ്റെടുത്തതിന് ശേഷം തന്ന കത്താണിത്. ഈ കത്തിൽ അവർ ഏകദേശം
10 ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. ഈ ഏറ്റവും ഒന്നാമത് പറഞ്ഞിട്ടുള്ളത് മാർക്കറ്റ് റോഡിലെയും അതുപോലെ തന്നെ ലിങ്ക് റോഡിൽ ബസ് പാർക്ക് ചെയ്യുന്നത് മാറ്റണം എന്നുള്ള ആവശ്യമാണ് ഒന്നാമതായി അവർ ഉന്നയിച്ചിട്ടുള്ളത്. അങ്ങനെ അവർ ഉന്നയിച്ചിട്ടുള്ള ആവശ്യങ്ങൾ പരിശോധിച്ച് മറ്റ് വിഭാഗം ആളുകൾ, ട്രേഡ് യൂണിയൻ ഉൾപ്പെടെ എല്ലാ ആളുകളും, വ്യാപാരികൾ, ബസ് ഓണേഴ്സ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇരുന്ന് ചർച്ച ചെയ്ത് തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഈ ലിങ്ക് റോഡിലെ ബസ് പാർക്കിംഗ് ബസ് സ്റ്റാൻഡിലേക്ക് മാറ്റണം എന്നുള്ളത് തീരുമാനിച്ചിട്ടുള്ളത്. അവർ ഇപ്പോൾ പറയുന്നത് അങ്ങനെ മാറ്റുവാൻ പാടില്ല എന്നുള്ളതാണ് പറയുന്നത്. വാസ്തവത്തിൽ ഈ യോഗത്തിൽ വടകര മുനിസിപ്പൽ ചെയർമാൻ എന്നുള്ള നിലക്ക് വളരെ ശക്തമായിട്ടുള്ള വിയോജിപ്പ് രേഖപ്പെടുത്തിയിട്ടും പത്രപ്രസ്താവനയിലും ബഹുമാനപ്പെട്ട MLAയും പറയുന്നത് യാതൊരു വിധത്തിലുള്ള വിയോജിപ്പും ചെയർമാൻ യോഗത്തിൽ പ്രകടിപ്പിച്ചില്ല എന്നുള്ളതാണ്. എങ്ങനെയാണ് വിയോജിപ്പ് രേഖപ്പെടുത്തേണ്ടത്? യോഗം കഴിഞ്ഞതിന് ശേഷം മിനിറ്റ്സ് അവിടെ വായിച്ചിട്ടില്ല. വായിച്ചില്ല എന്ന് മാത്രമല്ല, എന്താണ് ആളുകൾ പറഞ്ഞത് എന്നുള്ളതിനെ സംബന്ധിച്ചും അവിടെ റിപ്പോർട്ടില്ല. യോഗത്തിൽ ആരൊക്കെയോ എഴുതി വെച്ച കാര്യങ്ങൾ പിന്നീട് മിനിറ്റ്സാക്കി മാറ്റുകയാണ് ചെയ്തത്. പത്രസമ്മേളനം നടത്തിയപ്പോൾ ആ പത്രസമ്മേളനത്തിൽ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചെയർമാൻ ഉൾപ്പെടെ എടുത്ത തീരുമാനം മാറ്റുമ്പോൾ ആ പത്രസമ്മേളനത്തിൽ ചെയർമാനും കൂടി ഉണ്ടാകേണ്ടതാണ്. ചെയർമാൻ ആ പത്രസമ്മേളനത്തിൽ ഉണ്ടായിരുന്നില്ല. ചെയർമാൻ വാസ്തവത്തിൽ ആ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ട് പറയേണ്ടതാണ്. ഇങ്ങനെ ഒരു ചെറിയ മാറ്റം MLAയുടെയും കളക്ടറുടെയും സാന്നിധ്യത്തിൽ ചേർന്ന് എടുത്ത തീരുമാനത്തിൽ, നേരത്തെ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി എടുത്ത തീരുമാനത്തിൽ ചെറിയൊരു മാറ്റം വരുത്തുന്നുണ്ട് എന്നുള്ളത് ചെയർമാൻ ആ പത്രസമ്മേളനത്തിൽ പറയേണ്ടതായിരുന്നു. എന്നാൽ ചെയർമാൻ ആ പത്രസമ്മേളനത്തിൽ പങ്കെടുക്കാതിരുന്നത് ഇതിനോടുള്ള വിയോജിപ്പ് കൊണ്ടാണ് എന്നുള്ളതും അവരുടെ മിനിറ്റ്സിൽ തന്നെ ചെയർമാൻ വിയോജിപ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് വളരെ കൃത്യമായി ഈ കഴിഞ്ഞ യോഗത്തിൻ്റെ മിനിറ്റ്സിൽ തന്നെ അവർ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. എന്തായാലും ഈ തീരുമാനം വടകരയിലെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കാനല്ല, കൂടുതൽ രൂക്ഷമാകാനാണ് പോകുന്നത് എന്നുള്ളത് ഈ 2 ദിവസത്തിനുള്ളിൽ തന്നെ വടകരയിൽ നടന്നിട്ടുള്ള ഈ ഗതാഗതക്കുരുക്ക് വളരെ സ്പഷ്ടമായിട്ട് നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. വലിയ രൂക്ഷമായ രീതിയിലുള്ള ഗതാഗതക്കുരുക്ക് വരാൻ പോവുകയാണ് എന്നുള്ളത് അതിൻ്റെ തെളിവ് 1-2 ദിവസം കൊണ്ട് തന്നെ ഇപ്പം വടകര പട്ടണത്തിൽ പ്രത്യക്ഷപ്പെടുത്തിയിട്ടുണ്ട്. അതിനെതിരായി വ്യാപാരി വ്യവസായികൾ വലിയ സമരം നടത്തി, ഈ ചുമട്ടുതൊഴിലാളികൾ നടത്തിയിട്ടുണ്ട്. പീഡിക തൊഴിലാളികൾ ഉൾപ്പെടെ എല്ലാ വിഭാഗം ആളുകളും വലിയ പ്രക്ഷോഭത്തിലേക്ക് വന്നതായിട്ടും നമ്മൾക്ക് ഈ കഴിഞ്ഞ ദിവസം നമ്മൾക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തായാലും ഈ പ്രസ്താവന തെറ്റായ പ്രസ്താവനയാണ് RMBI ഉൾപ്പെടെ MLA ഉൾപ്പെടെ നടത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് ഈ വിശദീകരണവുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്.